Hi students, +1 ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലേ, അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, ദെൻ കിങ്ഡം ഫഞ്ചൈ ഇതുവരെ നമ്മൾ പറഞ്ഞു അല്ലേ. കിങ്ഡം ഫഞ്ചൈ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം ഫഞ്ചൈനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കിങ്ഡം ഫഞ്ചൈ 4 ക്ലാസ്സസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈക്കോമൈസെറ്റ്സ്, ആസ്കോമൈസെറ്റ്സ് ആൻഡ് ബെസിഡിയോമൈസെറ്റ്സ്, ദെൻ ഡ്യൂട്ടറോമൈസെറ്റ്സ്. ഓക്കെ, അപ്പോൾ കിങ്ഡം ഫഞ്ചൈ കഴിഞ്ഞിട്ട് അടുത്ത കിങ്ഡമാണ് എന്ത്? കിങ്ഡം പ്ലാന്റ്. സോ കിങ്ഡം പ്ലാന്റ് എന്താണ്? കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടുന്നത് നമുക്കറിയാം അല്ലേ, ആ പേരിൽ തന്നെയുണ്ട് പ്ലാന്റ്സ്. അതായത് പലതരത്തിലുള്ള പ്ലാന്റ്സും ഒക്കെയാണ് കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടുന്നത്. ഇനി കിങ്ഡം പ്ലാന്റയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ അതിൽ ഉൾപ്പെടുന്ന പ്ലാന്റ് വിഭാഗങ്ങൾ, കാറ്റഗറീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം കിങ്ഡം പ്ലാന്റ്, അതായത് പ്ലാന്റ്സിൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ എന്തായിരിക്കും? മൾട്ടി സെല്ലുലാർ ആയിരിക്കും അല്ലേ. അതായത് ഒന്നിൽ കൂടുതൽ സെല്ലായിരിക്കും കിങ്ഡം പ്ലാന്റയിൽ പെടുന്ന പ്ലാന്റ്സ് വിഭാഗത്തിനൊക്കെ ഉണ്ടായിരിക്കുക. ദെൻ യൂക്കാരിയോട്ടിക്. എന്താണ് യൂക്കാരിയോട്ടിക് എന്നുള്ളത് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഓട്ടോട്രോഫിക് ഓർ പ്രൊഡ്യൂസേഴ്സ്, അതായത് മേക്ക് ദെയർ ഓൺ ഫുഡ് അല്ലേ. അതായത് സ്വന്തം ആഹാരം നിർമ്മിക്കുന്നവയാണ് എന്ത്? ഓട്ടോട്രോഫിക് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും എന്താണ്? പ്രൊഡ്യൂസേഴ്സാണ്. ദെൻ ക്ലോറോഫിൽ, ഗ്രീൻ പിഗ്മെൻറ്റ് ഫൗണ്ട് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ് ഓഫ് പ്ലാന്റ് സെൽ. അപ്പോൾ ഈ പ്ലാന്റ്സിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട്? ക്ലോറോഫിൽ കാണപ്പെടുന്നുണ്ട്, പിന്നെ ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രീൻ പിഗ്മെൻറ്റും കാണപ്പെടുന്നുണ്ട്. ഫോട്ടോസിന്തസിസ്, ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി. ഓക്കെ, അതായത് കിങ്ഡം പ്ലാന്റയിൽ കാണപ്പെടുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ്? നമുക്കറിയാം സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നതാണ് എന്ത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് ഇവിടെ മാറ്റുന്നുണ്ട്. ദെൻ നീഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം, പിന്നെ ലാസ്റ്റ് എന്താണ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എന്താണ് അവിടെ ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസും പിന്നെ ഓക്സിജനും. പിന്നെ ഗ്ലൂക്കോസ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഷുഗർ, സ്റ്റാർച്ച് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, അപ്പോൾ കിങ്ഡം പ്ലാന്റ്സിൻ്റെ ആ ഒരു കിങ്ഡം പ്ലാന്റയുടെ ആ ഒരു ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്, യൂക്കാരിയോട്ടിക് ആണ്, ദെൻ ഓട്ടോട്രോഫിക് ഓർ പ്രൊഡ്യൂസേഴ്സ്. ഇനി ചില പ്ലാന്റ്സ് നമുക്കറിയാം പ്ലാന്റ്സ് ആർ ഓട്ടോട്രോഫിക് ആണ്, അതായത് മേക്ക് ദെയർ ഓൺ ഫുഡ് അല്ലേ. പക്ഷേ ചില പ്ലാന്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? ഹെട്രോട്രോഫ്സ് ആണ്, അതായത് പാർഷ്യൽ ഹെട്രോട്രോഫ്സ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ചില പാരസൈറ്റിക് പ്ലാന്റ്സ്, ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പാരസൈറ്റിക് പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്ലാന്റ്സ് എല്ലാതും ഓട്ടോട്രോഫിക് അല്ല, ചിലതും കൂടെ എന്താണ്? ഹെട്രോട്രോഫ്സും കൂടെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ഈ പ്ലാന്റ് വിഭാഗത്തിൽ തന്നെ പല കാറ്റഗറിയിലുള്ള പ്ലാന്റ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? പാരസൈറ്റിക് പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് കസ്ക്യൂട്ട, ലൊറാന്തസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ പാരസൈറ്റിക് പ്ലാന്റ്സ് ലൈക്ക് കസ്ക്യൂട്ട ആൻഡ് ലൊറാന്തസ്. എന്താണ് കസ്ക്യൂട്ട? നമുക്കറിയാം മൂടില്ലാത്ത ആളി അല്ലേ. ദെൻ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ലൈക്ക് ഡയോണിയ, നെപ്പന്തസ്, യൂട്രിക്കുലേറിയ. നമുക്കറിയാം പ്രാണികളെ പിടിച്ച് കഴിക്കുന്ന ആ ഒരു പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. അവ ഏതൊക്കെയാണ്? ഡയോണിയ, നെപ്പന്തസ്, ദെൻ യൂട്രിക്കുലേറിയ. ദ പ്ലാന്റ് ഗ്രൂപ്പ് ആർ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഓക്കെ, അപ്പോൾ ഇനി ഈ പ്ലാന്റ് ഗ്രൂപ്പ്, ഈ പ്ലാന്റ്സ് കിങ്ഡം പ്ലാന്റിൽ തന്നെ നമ്മൾ വീണ്ടും എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ആ ഒരു പ്ലാന്റ് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്.
അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് അതിൻ്റെ ആ ഒരു പ്രത്യേകതകളും പിന്നെ ആ കാറ്റഗറീസിലൊക്കെ ഉൾപ്പെടുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് കിൻഡം ആ ഒരു കിൻഡം പ്ലാന്റയിൽ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഏതൊക്കെയാണ്? ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഓക്കെ, സോ കിങ്ഡം പ്ലാന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള കിങ്ഡമാണ് എന്ത്? ആനിമാലിയ. ഓക്കെ, അപ്പോൾ അനിമൽസ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു കിങ്ഡമാണ് എന്ത്? കിങ്ഡം അനിമാലിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കിങ്ഡം അനിമാലിയയുടെ ആ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ്? ദേ ആർ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് അല്ലേ? നമുക്ക് പൊതുവായിട്ട് അറിയാം മൾട്ടി സെല്ലുലാർ ആണ്, ദെൻ യൂക്കാരിയോട്സ് ആണ്. ദ സെൽസ് ഹാവ് നോ സെൽ വാൾ. നമുക്കറിയാം ഈ ഒരു ജന്തുകോശത്തിന് കോശഭിത്തി ഇല്ല അല്ലേ? ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ അനിമൽ സെൽസ് ഹാവ് നോ സെൽ വാൾ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ആ സെല്ലിന് എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് ഞാൻ ആ ഒരു കഴിഞ്ഞ ഇതിൽ പറഞ്ഞപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു സെൽ വാളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. എന്ത് വേണം? ദ സെൽ ഓഫ് പ്ലാന്റ്സ് കൺസിസ്റ്റ് ഓഫ് സെൽ വാൾ. ഓക്കെ, ദെൻ they exhibit heterotrophic mode of nutrition which are called holozoic nutrition. ഓക്കെ, അപ്പോൾ ഈ കിങ്ഡം അനിമാലിയ ഉൾപ്പെടുന്ന ആ ഒരു ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ന്യൂട്രീഷൻ കിങ്ഡം അനിമാലിയയിൽ ഉൾപ്പെടുന്ന ന്യൂട്രീഷൻ എങ്ങനെയാണ്? ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതിന് പറയുന്ന പേരെന്താണ്? ഹോളോസോയിക് ന്യൂട്രീഷൻ. ഓക്കെ, ഹോളോസോയിക് ന്യൂട്രീഷൻ എന്നാണ് ഈ ഒരു കിങ്ഡം അനിമാലിയയിൽ ഉൾപ്പെടുന്ന ആ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ദെൻ ദേ ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ്. അതായത് അവർ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ആയിരിക്കും എന്ത് ചെയ്യുക, പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫുഡിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ അനിമൽസിൽ നേരിട്ട് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ടല്ലാതെ എങ്ങനെയുണ്ട്, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, ദ മെമ്പേഴ്സ് ഹാവ് വെൽ ഡെവലപ്ഡ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ മെക്കാനിസം. അതായത് ഈ ഒരു അനിമൽസിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ ആ ശാരീരിക പ്രവർത്തനങ്ങൾ അല്ലേ? അതായത് ഒക്കെ എങ്ങനെയാണ്? ഒരു കോർഡിനേഷൻ മെക്കാനിസമാണ്. Then last one, mostly they are free living, some are parasitic and some others symbiotic. അതായത് ഈ അനിമൽസിലുള്ള മെമ്പേഴ്സ് എങ്ങനെയാണ്? ഒറ്റക്കായിട്ടാണ് കഴിയുന്നത് അല്ലേ? അപ്പോൾ അതിൽ പെടുന്നത് ചിലത് എങ്ങനെയാണ്? പാരസൈറ്റിക്, അതായത് മറ്റുള്ളവയെ ആശ്രയിക്കുന്നവ. എന്തിനു വേണ്ടിയിട്ട്? ഫുഡിന് വേണ്ടിയിട്ടായാലും പിന്നെ അതുപോലെ തന്നെ ഷെൽട്ടർ, മറ്റ് സുരക്ഷ അല്ലേ, സുരക്ഷിതത്വം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ പാരസൈറ്റ് ആയിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ സം ആർ പാരസൈറ്റിക് ആൻഡ് സം അതേഴ്സ് സിംബയോട്ടിക്. സിംബയോട്ടിക് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ജീവി മറ്റേ ജീവി രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുക. അതായത് ഒരു ജീവിയിൽ നിന്നും മറ്റേ ജീവിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരിക്കും, പിന്നെ ആ ഒരു ജീവിയിൽ നിന്നും അതിനെ ആശ്രയിക്കുന്ന മറ്റൊരു ജീവിക്ക് എന്തായിരിക്കും? ഉപകാരം ഉണ്ടായിരിക്കും. അങ്ങനെ പരസ്പര ആശ്രയത്വം, അതാണ് സിംബയോട്ടിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കിങ്ഡം അനിമാലിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പോർഷനിൽ അനിമാലിയയുടെ ആ ഒരു ക്യാരക്ടേഴ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, നമുക്ക് ഈ സുവോളജിയിൽ രണ്ടാമത്തെ ചാപ്റ്റർ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? കിങ്ഡം അനിമാലിയനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ വിശദീകരിച്ച് നമ്മൾ ഈ കിങ്ഡം അനിമാലിയനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതിൻ്റെ എക്സാമ്പിൾസും അതിൽ വരുന്ന ഡിവിഷൻസ്, ക്ലാസ്, ഓർഡർ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു കിങ്ഡം അനിമാലിയയുടെ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്തൊരു കാറ്റഗറിയിലേക്ക് പോവുകയാണ്, വൈറസസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ആ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചായിരുന്നു. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുന്നത് ഏതാണ്? കിങ്ഡം
മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്സ് ആൻഡ് കിങ്ഡം അനിമാലിയ. അങ്ങനെ 5 കാറ്റഗറി, 5 കിങ്ഡങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അല്ലേ. 5 കിങ്ഡത്തിൽ 5 കിങ്ഡംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വൈറസസ് ആണ്. അതായത് ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വൈറസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈറസ് അതുപോലെ തന്നെ വൈറോയിഡ്സ് ആൻഡ് ലൈക്കൺസ് ഇത്തരത്തിലുള്ള ഈ ഒരു കാറ്റഗറി, ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പ്സിനെ എന്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല, ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ RH വിറ്റാക്കർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അതായത് ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ viruses, viroids and lichen are not included. The viruses are non-cellular organism. ഓക്കെ, അപ്പോൾ വൈറസസ് എന്നുള്ളത് എങ്ങനെയാണ്? നോൺ സെല്ലുലാർ ഓർഗാനിസം ആണ്. അതായത് അവക്ക് സെല്ലുകളില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ക്യാരക്ടർ എന്താണ്? വൈറസിൻ്റെ അടുത്ത ക്യാരക്ടറാണ് ഔട്ട്സൈഡ് ദ ലിവിങ് സെൽസ് ദേ ആർ ഇനേർട്ട് but when they enter into living cell they shows the features of life. അതായത് ഈ വൈറസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലിവിങ് സെല്ലിൻ്റെ പുറത്ത് അവ ഇനേർട്ടായിരിക്കും. അതായത് അവർ ആക്റ്റീവ് ആവില്ല. ഓക്കെ, അതായത് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവർ പുതിയ വൈറസസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ അവരൊരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷമാണ് അവരുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ കാണിക്കുക. ഓക്കെ, അതായത് അവർ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഒരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിൽ കടന്നതിന് ശേഷമാണ്. പിന്നെ ഇനേർട്ട്, ഇപ്പോൾ നമുക്കറിയാം ലിവിങ് സെല്ലിൻ്റെ പുറത്ത് അവ ഇനേർട്ടായിരിക്കും, അതായത് ആക്റ്റീവ് അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. പിന്നെ ഈ ഒരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷം എന്ത് ചെയ്യും? അവർ ആക്റ്റീവ് ആവും. അതായത് അവരുടെ ആ ഫീച്ചേഴ്സ്, ലൈഫിൻ്റെ ഫീച്ചേഴ്സൊക്കെ കാണിക്കുക ഈ ഒരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷമായിരിക്കും. ഓക്കെ, ദെൻ ദേ ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. അതായത് നമുക്കറിയാം ഈ ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷമാണ് അവർ റിപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് അവ റിപ്രൊഡ്യൂസ് ചെയ്യുക, ഒന്നിനെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, ഒരു വൈറസിൽ നിന്നും കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ദ നെയിം ഓഫ് വൈറസ് ഈസ് ഗിവൺ ബൈ ലൂയിസ് പാസ്ചർ. ഓക്കെ, അതായത് ലൂയിസ് പാസ്ചർ എന്ന ആ ഒരു സയൻറ്റിസ്റ്റാണ് ഈ ഒരു വൈറസിന് ഈ പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ വൈറസിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ അതിന് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെയും നോൺ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും കൂടെ ക്യാരക്ടേഴ്സ് ഈ ഒരു വൈറസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വൈറസിനെ എന്തിനുൾപ്പെടുത്താത്തത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താത്തത്. അതായത് 2 ക്യാരക്ടേഴ്സും നോൺ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ലിവിങ് ഓർഗാനിസത്തിൻ്റെയും 2 ക്യാരക്ടേഴ്സ് ഈ വൈറസ് കാണിക്കുന്നത് കൊണ്ടാണ് ഇവയെ ഉൾപ്പെടുത്താത്തത്, ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താത്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് എ വൈറസ്. ഒരു വൈറസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, വൈറസസ് ഡു നോട്ട് ഹാവ് എ സെല്ലുലാർ സ്ട്രക്ചർ. നമ്മൾ മുന്നേ പഠിച്ചു വൈറസിനൊരു സെല്ലുലാർ സ്ട്രക്ചർ ഇല്ല, അത് സെൽസ് ഇല്ല അല്ലേ. ദ ബേസിക്കലി കണ്ടെയ്ൻ ദ ജെനറ്റിക് മെറ്റീരിയൽ എയ്തർ DNA ഓർ RNA ഫോമിങ് എ കോർ. അപ്പോൾ അവർക്ക് ബേസിക്കലായിട്ടൊരു ജെനറ്റിക് മെറ്റീരിയൽസ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ DNA അല്ലെങ്കിൽ RNA ആയിട്ടുള്ള ഒരു ജെനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് അവർക്ക് ഉള്ളത്. ഓക്കെ, ഒരു ഫോമിങ് എ കോർ, ഒരു കോറായിട്ടാണ് അവ എന്ത് ചെയ്യുന്നുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ദേ സറൗണ്ടഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ എ പ്രോട്ടീൻ കോട്ട് കോൾഡ് ക്യാപ്സിഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജെനറ്റിക് മെറ്റീരിയൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രോട്ടീൻ കോട്ടാണ്. ആ കോട്ടിനെ പറയുന്ന പേരാണ് എന്ത്? ക്യാപ്സിഡ്. അപ്പോൾ ഈ ഒരു വൈറസിൻ്റെ ഈ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? അവർക്ക് ഒരു സെല്ലുലാർ ആയിട്ടുള്ള സ്ട്രക്ചർ ഇല്ല, അവർക്ക് എന്താണ്? ജെനറ്റിക് മെറ്റീരിയൽ, അവർക്ക് ബേസിക് ആയിട്ട് ഉള്ളത് ഒരു ജെനറ്റിക് മെറ്റീരിയലാണ്. ഏതൊക്കെയാണ്? DNA അല്ലെങ്കിൽ RNA ആയിട്ടുള്ള ജെനറ്റിക് മെറ്റീരിയലാണ് അവർക്ക് ബേസിക് ആയിട്ട് ഉള്ളത്. ദെൻ ആ ഒരു ജെനറ്റിക് മെറ്റീരിയൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രോട്ടീൻ കോട്ട് കൊണ്ടാണ്. ആ ഒരു പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേരാണ് എന്ത്? ക്യാപ്സിഡ്. ദെൻ സം വൈറസസ് ലൈക്ക് ഹെർപ്പസ് or influenza viruses have an additional membranous envelope made up of
ലിപ്പോപ്രോട്ടീൻ. അപ്പം ചില വൈറസ് ഏതൊക്കെയാണ്? ഹെർപ്പസും ഇൻഫ്ലുവൻസ വൈറസ്. വൈറസ് എന്താണ്? ഹെർപ്പസ് എന്ന ഡിസീസ് ഉണ്ടാക്കുന്നതാണ്. ഇൻഫ്ലുവൻസ വൈറസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൾഡ്, ജലദോഷം ഉണ്ടാക്കുന്ന വൈറസാണ് എന്ത്? ഇൻഫ്ലുവൻസ വൈറസസ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വൈറസിന് ഒരു അഡീഷണൽ ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും. എന്ത്? ലിപ്പോപ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു മെംബ്രേനിയസ് എൻവലപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ എ വൈറസസ് ഈസ് എ ന്യൂക്ലിയോപ്രോട്ടീൻ ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽസ് ഈസ് ഇൻഫെക്ഷസ്. ഓക്കെ, അപ്പോൾ ചില വൈറസിന് ന്യൂക്ലിയോ പ്രോട്ടീൻ ഉണ്ടായിരിക്കും, ജനറ്റിക് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള വൈറസൊക്കെ എന്താണ്? ഇൻഫെക്ഷസ് ആണ്. അതായത് ഇവ ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസുകളാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വൈറസുകളിൽ അടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ്? ന്യൂക്ലിയോ പ്രോട്ടീനും ദെൻ ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള സംഗതികളൊക്കെ ഉള്ള വൈറസസ് എന്താണ്? ഇൻഫെക്ഷസ് ആണ്. അതായത് അസുഖങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ പരത്തുന്ന വൈറസുകളാണ്. In general, the viruses that infect plants have single-stranded RNA and that infect animals have either single or double-stranded RNA or double-stranded DNA. Okay, അതായത് നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണ് എന്താണ് പറയാം? ദെൻ ഈ ഒരു പ്ലാന്റ്സിന് അസുഖം ഉണ്ടാക്കുന്ന ആ ഒരു വൈറസ് എപ്പോഴും എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ് RNA ഉള്ള വൈറസ് ആയിരിക്കും. ഓക്കെ, ഇനി ആനിമൽസിൽ ഡിസീസ് ഉണ്ടാക്കുന്ന ആ ഒരു വൈറസ് എങ്ങനെയാണ്? സിംഗിൾ ഓർ ഡബിൾ സ്ട്രാൻഡഡ് DNA അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ രണ്ട് കേസിൽ വരാം, സിംഗിൾ ഓർ ഡബിൾ സ്ട്രാൻഡഡ് DNA ഓർ ഡബിൾ സ്ട്രാൻഡഡ് RNA. ഇങ്ങനെയായിരിക്കും ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ആ ഒരു വൈറസിന് ഉണ്ടായിരിക്കുക. ഓക്കെ, ബാക്ടീരിയോഫേജസ് യൂഷ്വലി ഹാവ് ഡബിൾ സ്ട്രാൻഡഡ് DNA. അപ്പോൾ ബാക്ടീരിയോഫേജസ് എന്നൊരു വൈറസ് ഉണ്ട്, അവർക്ക് എങ്ങനെയാണ്? ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ബാക്ടീരിയോഫേജിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. ദെൻ ദ പ്രോട്ടീൻ കോഡ് കോൾഡ് ക്യാപ്സിഡ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്മോൾ സബ്യൂണിറ്റ് ഈസ് കോൾഡ് ക്യാപ്സോമിയേഴ്സ്. അപ്പോൾ മുന്നേ പറഞ്ഞു, എന്താ പറഞ്ഞത്? ആ ഒരു ജനറ്റിക് മെറ്റീരിയൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് എന്ത്? ക്യാപ്സിഡ്. ഇനി ഈ ക്യാപ്സിഡിന് സ്മോൾ സബ് യൂണിറ്റ് ഉണ്ടായിരിക്കും. ആ സബ് യൂണിറ്റിനെ പറയുന്ന പേരാണ് ക്യാപ്സോമിയേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാപ്സോമിയേഴ്സ്? ആ ഒരു പ്രോട്ടീൻ കോട്ട് അതായത് ക്യാപ്സിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്മോൾ സബ് യൂണിറ്റ് ആണ്. ആ സബ് യൂണിറ്റിനെ പറയുന്ന പേരാണ് ക്യാപ്സോമിയേഴ്സ്. The capsomeres are arranged in a helical or polyhedral geometric forms. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഹെലിക്കൽ ആയിട്ട് അല്ലെങ്കിൽ പോളിഹെഡ്രൽ ജോമെട്രിക് ഫോം ആയിട്ടായിരിക്കും. ഓക്കെ, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്ട്രക്ചർ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ സ്ട്രക്ചർ മനസ്സിലാവും. ഓക്കെ, ഇനി ഡിസീസ് കോസ്ഡ് ബൈ വൈറസ്. എന്തൊക്കെയോ ഡിസീസാണ് വൈറസ് വഴി ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാം വൈറസ് അല്ലേ? കോവിഡ് എന്ന ഡിസീസ്, കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന എന്താണ്? കോവിഡ് അല്ലേ? അപ്പോൾ പലതരത്തിലുള്ള വൈറസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഡിസീസൊക്കെ മനുഷ്യർക്കായാലും പ്ലാന്റ്സിനായാലും അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈറസസ് കോസ് എ നമ്പർ ഓഫ് ഡിസീസസ് ഇൻ ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് ആൻഡ് പ്ലാന്റ്സ്. ഓക്കെ, ഡിസീസ് ഇൻ ഹ്യൂമൻസിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിസീസുകൾ എന്തൊക്കെയാണ്? മംസ്, സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, ഹെർപ്പസ്, ഇൻഫ്ലുവൻസ, സ്വൈൻ ഫ്ലൂ, ദെൻ H1N1 വൈറസ്, കോമൺ കോൾഡ്, എയ്ഡ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മംസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയും മുണ്ടിനീര് എന്ന് പറയും. പിന്നെ സ്മോൾ പോക്സ് അറിയാം, ചിക്കൻ പോക്സ്, ഹെർപ്പസ്, ഇൻഫ്ലുവൻസ, പിന്നെ സ്വൈൻ ഫ്ലൂ അതായത് H1N1 നമുക്കറിയാം പക്ഷിപ്പനി അല്ലേ. പിന്നെ കോമൺ കോൾഡ് അതായത് നമ്മൾ സാധാരണ കാണുന്ന ആ ജലദോഷം, അതൊക്കെ എങ്ങനെയാണ്? മനുഷ്യരിൽ വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസാണ്. ഇനി ഡിസീസസ് ഇൻ പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന ഡിസീസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വൈറസസ് കോസ് എ നമ്പർ ഓഫ് ഡിസീസ് ഇൻ പ്ലാന്റ്സ് വിച്ച് ആർ വിസിബിൾ ഇൻ ദ ഫോം ഓഫ് mosaic pattern on leaf rolling and curling, yellowing and vein clearing, dwarfing and stunted growth.
അതായത് പ്ലാന്റ്സിൽ വൈറസസ് ഉണ്ടാക്കുന്നതാണ് എന്ത്, ഒരു മൊസൈക്ക് പാറ്റേൺ ലീവ്സ്. നമുക്കറിയാം ചില ഈ ലീവ്സിൽ മൊസൈക്കിൻ്റെ പാറ്റേണിൽ എന്ത് ഉണ്ടാവും, ചില അടയാളങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് എന്തിൻ്റെ ഫലമായിട്ടാണ്, വൈറസ് ഉണ്ടാക്കുന്ന ആ ഒരു ഡിസീസിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ എന്താണ്, ലീഫ് റോളിങ്, ചില സസ്യങ്ങളുടെ ലീഫ് റോള് ചെയ്യുക, ഓക്കെ, ചുരുള് അല്ലെങ്കിൽ കേള് ചെയ്യുക. പിന്നെ യെല്ലോയിഷ് കളർ, നമുക്കറിയാം ഈ ഒരു തെങ്ങിലൊക്കെ അതിൻ്റെ പട്ടൊക്കെ അല്ലെ, ഓലകളൊക്കെ യെല്ലോ കളർ ആവുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്താണ്, ഈ വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അതുപോലെ തന്നെ വെയിൻ ക്ലിയറിങ്, അതായത് ഈ പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ ആ ഒരു വെയിൻസ് അതൊക്കെ ക്ലിയർ ചെയ്ത് കാണും, ചില സമയത്തൊക്കെ ക്ലിയർ ചെയ്ത് കാണും. ദെൻ ഡോഫിങ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, ചില പ്ലാന്റ്സ് അവരുടെ ആ ഒരു വളർച്ച മുരടിക്കുന്നതായിട്ടൊക്കെ കാണാം. ഇതൊക്കെ എന്ത് ഫലമായിട്ടാണ്, ഇതൊക്കെ പ്ലാന്റ്സിൽ ഈ ഒരു വൈറസ് ഉണ്ടാക്കുന്ന പലതരം ഡിസീസിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കിനി ഈ ഒരു വൈറസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് കാണുന്ന ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഓക്കെ, ടൊബാക്കോയിൽ മൊസൈക്ക് ഉണ്ടാക്കുന്ന ആ മൊസൈക്ക് എന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഈ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അവിടെ സ്ട്രക്ചർ നോക്കുക, ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് അല്ലേ, അതായത് RNA ഒരു ജനറ്റിക് മെറ്റീരിയലാണ്. പിന്നെ അതിനെ കവർ ചെയ്തിട്ടൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട് അല്ലേ, പ്രോട്ടീൻ കവറിങ് ഉണ്ട്. അതിന് പറയുന്ന പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞത്, ക്യാപ്സിഡ്. ദെൻ ഇനി അടുത്ത ആ ഒരു പിക്ചർ നോക്കുക, എട്ടുകാലിയുടെ പോലെയൊക്കെയുള്ള പിക്ചർ, എന്താണത്, ബാക്ടീരിയോഫേജ്. ആ വൈറസിനെ പറയുന്നതാണെന്ത്, ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഹെഡ് ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ കോളർ, ദെൻ ഷീറ്റ്, ദെൻ ബേസ് പ്ലേറ്റ്, ദെൻ ടൈൽ ഫൈബേഴ്സ്. ഇതാണ് ഒരു ബാക്ടീരിയോഫേജിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈറസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ക്യാരക്ടേഴ്സ് പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു, പിന്നെ വൈറസ് ഉണ്ടാക്കുന്ന ആ ഒരു ഡിസീസുകൾ അല്ലേ, പ്ലാന്റ്സിലായാലും ഹ്യൂമൻസിലായാലും വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആണ് വൈറോയിഡ്സ്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞു വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൺസ് ഈ 3 വിഭാഗങ്ങളെയും ഫൈക്കിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലേ. ഇനി അതിൽ വൈറസിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തത് വൈറോയിഡ്സ്. എന്താണ് വൈറോയിഡ്സ്? ദീസ് ആർ ഈവൻ സ്മോളർ ദാൻ വൈറസസ്. ദേ വേർ ഡിസ്കവർഡ് ബൈ T.O. Diener in 1971 as a new infectious agent that caused potato spindle tuber disease. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈറോയിഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വൈറസിനേക്കാളും ചെറുതാണ്. ഓക്കെ, അതായത് വൈറോയിഡ്സ് എന്നുള്ളത് വൈറസിനേക്കാളും ചെറുതാണ്. അത് 1971 T.O. Diener ആണ് ഇത് ഡിസ്കവർ ചെയ്തത്. ഓക്കെ, അതായത് ആ സമയത്ത് ഒരു പൊട്ടാറ്റോയിൽ ഒരു ഡിസീസ് വന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഫെക്ഷസ് ഏജൻറ്റ് എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സയൻറ്റിസ്റ്റ് T.O. Diener എന്ത് ചെയ്തു, അത് ഡിസ്കവേർഡ് ചെയ്തു ഏതാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ അതെന്താണ്, വൈറോയിഡ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ഏജൻ്റാണ് ഈ ഒരു പൊട്ടാറ്റോയിൽ ഇങ്ങനൊരു ഡിസീസ് ഉണ്ടാക്കിയത് എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ആ ഡിസീസിന് പറയുന്ന പേരെന്താണ്, പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഓക്കെ, അപ്പോൾ അതിന് ഉണ്ടാവുന്ന ആ ഒരു ഇൻഫെക്ഷസ് ഏജൻറ്റ് ഏതാണ്, വൈറോയിഡ്സ്. ഓക്കെ, ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്, ദേ കൺസിസ്റ്റ് ഓഫ് ഫ്രീ RNA മോളിക്യൂൾസ്. അപ്പോൾ ഈ വൈറോയിഡ്സിൽ ഒരു ഫ്രീ RNA മോളിക്യൂൾസ് ആണ് അവയിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവർക്കൊരു പ്രോട്ടീൻ കോട്ടോ ഒന്നുമില്ല. അതായത് വൈറസിൽ കാണുന്ന പോലെയുള്ള പ്രോട്ടീൻ കോട്ട് ഒന്നും ഈ വൈറോയിഡ്സിന് ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വിഭാഗത്തെ വൈറോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ കൺസിസ്റ്റ് ഓഫ് ഫ്രീ RNA മോളിക്യൂൾ. ദേ ലാക്ക് ദ പ്രോട്ടീൻ കോഡ് ഫൗണ്ട് ഇൻ വൈറസസ്, ഹെൻസ് ദേ ആർ കോൾഡ് വൈറോയിഡ്സ്. നെക്സ്റ്റ് പോയിന്റ്, ദ RNA ഓഫ് ദി വൈറോയിഡ്സ് ഈസ് ഓഫ് ലോ മോളിക്കുലർ വെയ്റ്റ്. അപ്പോൾ ഈ വൈറോയിഡ്സിൽ കാണപ്പെടുന്ന ഈ ഒരു RNAക്ക് അതിൻ്റെ മോളിക്കുലർ വെയ്റ്റ് എങ്ങനെയാണ്, കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വൈറോയിഡ്സിൻ്റെ പ്രത്യേകത. ഇതൊക്കെ തന്നെയുള്ളൂ വൈറോയിഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ലൈക്കൺ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വിഭാഗമാണ് ലൈക്കൺസ്. ലൈക്കൺസ് ആർ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംജൈ ആൻഡ് ആൽഗെ. അതായത് ഫംഗസിൻ്റെയും ആൽഗയുടെയും ഒരു സിംബയോട്ടിക് ആയിട്ടുള്ളൊരു അസോസിയേഷൻ ആണ് എന്ത്,
ആ ഒരു ഫോമാണ് ലൈക്കൺസ്. ഓക്കെ, അപ്പോൾ ലൈക്കൺസ് പറഞ്ഞാൽ എന്താണ്? സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംജി ആൻഡ് ആൽഗെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, അതായത് വാട്ട് ഈസ് ലൈക്കൺസ് എന്ന് ചോദിച്ചാൽ ലൈക്കൺസ് ആർ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംജി ആൻഡ് ആൽഗെ. ഓക്കെ, അപ്പോൾ പരസ്പരം അവർ ആശ്രയിക്കുക, ഫംഗസും ആൽഗയും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ജീവിക്കുക, അതാണ് ലൈക്കൺസ്. ആ ഒരു ഫോമാണ് എന്ത്? ലൈക്കൺസ് എന്ന് പറയുന്നത്. ദ ആൽഗൽ കമ്പോണൻറ്റ് ഈസ് കോൾഡ് ഫൈക്കോബയോൺ. ദ ഫംജൈ കമ്പോണൻറ്റ് ഈസ് കോൾഡ് മൈക്കോബയോണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈക്കൺസിൽ ആൽഗയും ഉണ്ട്, ഫംഗസും ഉണ്ട് അല്ലേ? അതിൽ ആൽഗൽ കമ്പോണൻറ്റ് അതിന് പറയുന്ന പേരാണ് എന്ത്? ഫൈക്കോബയോണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി ഫംഗസിൻ്റെ ആ കമ്പോണൻ്റ് എന്താണ്? മൈക്കോബയോണ്ട്. അപ്പോൾ ഈ വേർഡ് മനസ്സിലാക്കി വെക്കുക. ഇനി അവരുടെ ആ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതെങ്ങനെയാണ്? ആൽഗെ പ്രിപ്പയർ ഫുഡ് ഫോർ ഫംഗൈ ആൻഡ് ഫംഗൈ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് അബ്സോർബ് മിനറൽ ന്യൂട്രിയൻസ് ഫോർ ആൽഗെ. ഓക്കെ, നല്ല രസമല്ലേ കേൾക്കാൻ? അതായത് ആൽഗെ എന്ത് ചെയ്യും? ഫംഗസിന് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഫംഗസ് എന്ത് ചെയ്യും? ആ ഒരു ആൽഗക്ക് വേണ്ടിയിട്ട് ആൽഗക്ക് എന്ത് ചെയ്യും? ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും, അതായത് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയും. അതിന് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രിയൻസ് മിനറൽ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആൽഗെ ഫംഗസിന് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗസിൻ്റെ ഫങ്ഷൻ എന്താണ്? that provide shelter for algae and absorb minerals nutrients for algae. Okay, that's all. Then lichens are good pollution indicators. They do not grow in polluted area. ഓക്കെ, അതായത് ലൈക്കൺസിൻ്റെ ആ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് പൊല്യൂഷൻ ഉള്ള ആ ഒരു സ്ഥലത്ത് ഇവ വളരില്ല. അതായത് പൊല്യൂട്ടഡ് ഏരിയയിൽ ഇവ വളരില്ല, അത് നശിച്ചു പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, ദെൻ പൊല്യൂഷൻ ഇല്ലാത്ത ഏരിയയിൽ ഇപ്പോൾ നമുക്കറിയാം ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും ലൈക്കൺസ് ഒക്കെ കൂടുതലായിട്ടുണ്ടാവുക. അവിടെ എന്താണ്? പൊല്യൂഷൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ലൈക്കൺസ് ഒരു ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ ലൈക്കൺസ് ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് എന്ന് പറയുന്നതിനുള്ള കാരണം എന്നുള്ളത്. അപ്പോൾ എന്താ നിങ്ങൾ എഴുതേണ്ടത്? ഈ പോയിൻ്റാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ബോട്ടണിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിൽ ഡിസ്കസ് ചെയ്യും. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.